നല്ല കാര്യമാണ്. അതായത് അങ്ങനെ തരാൻ പാടുള്ളൂ. അതാ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് എല്ലാ റിപ്പോർട്ടും നഗരസഭയിൽ നിന്ന് അവർക്ക് കിട്ടി നല്ല രീതിയിൽ ബോധ്യമായിട്ട് തന്നാൽ മതി. അത് കിട്ടിയാലും നമുക്കിപ്പം ഒരു പ്രയോജനവും ഇല്ല. അതായത് നമുക്ക് മാറ്റി വെക്കാന്നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമില്ല. എല്ലാം അച്ഛന്റെ നാമത്തിൽ ഇവിടെ കിടക്കും. അതാണ് ഭക്തർ എന്ന് പറയുന്നത്. ഭക്തർ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. ഭക്തരല്ലാത്തവർക്ക് തിരിച്ചറിയാൻ എങ്ങനെ പറ്റും? ഭക്തരല്ലാത്തവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ അവൻ ഭക്തനാവണം. സമാധി മാത്രമല്ല, യഥാർത്ഥ ഈശ്വരൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ ഈശ്വര ഭക്തനായിരിക്കണം. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഗോപൻ സ്വാമിയുടെ സമാധി കഴിഞ്ഞിട്ട് ദിവസങ്ങൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയാറായി. ജനുവരി മാസം 8-ാം തീയതിയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു സമാധി കഴിഞ്ഞത്, അതായത് മരണം സംഭവിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെ കൊണ്ടുവന്ന് അവർ സമാധി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അത് പൊളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കൊണ്ടുവന്ന് അത് സമാധിയാക്കി. അത് പിന്നീട് വലിയ രീതിയിൽ അത് കെട്ടിയെടുത്ത് ഇനി അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം കൂടെ പ്രതിഷ്ഠിക്കും. അങ്ങനെയാണ് ഇനിയും അങ്ങോട്ട് നടക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതൊരു ദൈവമാണ്, അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമി ഒരു ദൈവമാണ്. മണിയനാശാൻ ദൈവമായി എന്ന് പറയുന്ന പോലെ തന്നെ മണിയൻ, അതായത് വെട്ടുകേസിലെയൊക്കെ പ്രതിയായിട്ടുള്ള ഈ പറയുന്ന കിടപ്പ് രോഗിയായിരുന്ന ഗുളികയും കഞ്ഞിയും കുടിച്ച് പോയി സമാധിയായിട്ടുള്ള ഈ പറയുന്ന ഗോപൻ സ്വാമി ആന്തരിക അവയവങ്ങളില്ലാത്ത ആദ്യത്തെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ ഒഴുക്കാണ് എന്നാണ് മക്കൾ പറയുന്നത്. എന്നാൽ അവിടെ ഭക്തന്മാരൊന്നും വരുന്നില്ല, വെറും വീഡിയോ എടുക്കുന്നവർ മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത്. എന്തുവായാലും അവരുടെ വീട്ടുകാരെ എല്ലാ യൂട്യൂബേഴ്സും അതോടൊപ്പം തന്നെ എല്ലാവരും ട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് മക്കൾ പറയുന്നത്. ആരും ഇവരെ അറിഞ്ഞുകൊണ്ട് ട്രോളുന്നില്ല. നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരത്തിനാണ് നിങ്ങളെ ഓരോരുത്തരും എടുത്ത് ട്രോൾ ചെയ്തത്. കാരണം രാഖി രാമായണം അച്ഛൻ മരിക്കുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങളെ കൊന്നാലും ഈ സമാധി പൊളിക്കാൻ സമ്മതിക്കത്തില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെയാണ് ആൾക്കാർ വലിയ രീതിയിലെടുത്ത് ട്രോൾ ചെയ്ത്. പിന്നെ അമ്മയെ ട്രോൾ ചെയ്ത്. പ്രായത്തിൽ മൂത്തവരെ ആരും അങ്ങനെ ചുമ്മാ കളിയാക്കത്തില്ല. നിങ്ങളുടെ അമ്മയുടെ വായിൽ നിന്ന് വന്ന പല കാര്യങ്ങളാണ്. എല്ലാത്തിനും ഓം ശിവനേ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നത് കണ്ടപ്പോൾ ആൾക്കാരെടുത്ത് ട്രോളി. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നിട്ടിപ്പോൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ്. നിങ്ങൾ അമ്മയെ ട്രോളുന്നു, ഞങ്ങളെ ട്രോളുന്നു, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്ത് ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അപ്പൻ മരിച്ചതല്ല സമാധി ആയതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി നഗരസഭ കയറി ഇറങ്ങുകയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മരിക്കാത്തവർക്ക് എന്തിനാണ് മരണ സർട്ടിഫിക്കറ്റ്? ഈ ഒരു ചോദ്യം മകൻ ചോദിച്ചു. ഈ കാര്യം മകന് വേണമെങ്കിലും ഒന്ന് ചോദിക്കാം കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മരണ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇനി സമാധി സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. എന്തായാലും മകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് തന്നെ അവര് ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഞാൻ പോയപ്പോൾ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവർ ലാസ്റ്റിലത്തെ റിപ്പോർട്ടും കൂടെ വന്നിട്ട് അവര് തരും. നല്ലതല്ലേ, നല്ല കാര്യമാണ്. മുഴുവൻ സംശയം അതോടെ തീരും. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അല്ല, ഇതിനു മുമ്പ് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ? ഓ കൊള്ളാം. റിപ്പോർട്ട് അത് നല്ല കാര്യമാണ്. അതായത് അങ്ങനെ തരാൻ പാടുള്ളൂ. അതാ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് എല്ലാ റിപ്പോർട്ടും നഗരസഭയിൽ നിന്ന് അവർക്ക് കിട്ടി നല്ല രീതിയിൽ ബോധ്യമായിട്ട് തന്നാൽ മതി. അത് കിട്ടിയാലും നമുക്കിപ്പം ഒരു പ്രയോജനവും ഇല്ല. അതായത് അല്ല, അത് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രയോജനമില്ലായിരിക്കും, പക്ഷേ നാട്ടുകാർക്ക് അതുകൊണ്ട് പ്രയോജനമാണ്. കാരണം നിങ്ങളുടെ അപ്പന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ കട്ട് ചെയ്യണം, കട്ട് ചെയ്തിട്ട് അത് ആൾക്കാർക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് നാട്ടുകാർക്ക് കേട്ടോ. അപ്പം മോഹൻ പറയുന്ന പോലെ മകൻ അന്ന് ആവശ്യമില്ലായിരുന്നു, പക്ഷേ മകന് ഇപ്പോൾ എന്തുകൊണ്ട് നഗരസഭയിൽ കയറി ഇറങ്ങി എന്നുള്ള കാര്യമൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും മരണ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പിന്നെ എല്ലാം വന്നിട്ട് തന്നാൽ മതി എന്ന് പറയുന്നത് ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ തന്നെയാണ് കൊടുക്കണമെന്ന് നമ്മളും പറയുന്നത്. നമ്മളും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ രാസപരിശോധനയുടെയൊക്കെ റിപ്പോർട്ട് വന്നിട്ട് മാത്രം കൊടുത്താൽ മതി എന്നാണ് നമ്മളും പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാന്നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമില്ല. എല്ലാം അച്ഛന്റെ നാമത്തിൽ ഇവിടെ കിടക്കും. ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. എല്ലാം അച്ഛന്റെ നാമം എന്ന് പറഞ്ഞാൽ ശിവന്റെ നാമത്തിൽ ഇവിടെ എല്ലാ ഭൂമിയും ഇവിടെ കിടക്കും, ഈശ്വര നാമത്തിൽ. അത് മകനെന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ട, എൻ്റെ ചേട്ടനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, ഒന്നും വേണ്ട. ശിവന്റെ നാമത്തിൽ ഈ ഭൂമികളെല്ലാം അവിടെ കിടക്കും. ഓ, ഇനി ആ ഭൂമി ആർക്കും കൊടുക്കത്തില്ലെന്നും ഇനി ആ ഭൂമി ഈശ്വരനാമത്തിൽ അവിടെ അറിയപ്പെടുമെന്നും ഗോപൻ സ്വാമിയുടെ വലിയൊരു സമാധിയായിട്ടും ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടും അവിടെ അറിയപ്പെടുമെന്നാണ് മകൻ പറയുന്നത്. നല്ല കാര്യം, തീർത്ഥാടകർ ഒഴുകിയെത്തട്ടെ. അതോടൊപ്പം തന്നെ വഞ്ചിയൊക്കെ വെച്ചുകൊള്ളുക. ആ വഞ്ചിക്കകത്തോട്ട് പൈസ വന്ന് വീഴട്ടെ. അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് ഇവർ ഈ സമാധി ഇരുന്ന സ്ഥലത്ത് കെട്ടിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ 41 ദിവസം കഴിയുമ്പം ശിവലിംഗം വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകൻ എപ്പോഴും ഈ സമാധിയിൽ പൂജ ചെയ്യുന്നുണ്ട്. വലിയ സെറ്റപ്പാണ് അവിടെ. എന്തായാലും അതൊന്നും കണ്ടു നോക്കിയേ. നല്ല നാളെ സത്യം വിജയിക്കുക. അതായത് ഏത് തരത്തിൽ പോയിരുന്നു
എവിടെയാണോ സത്യമുള്ളത് അവിടെ വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് കഷ്ടങ്ങളൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരും. അതായത് ആ രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് പുറത്ത് എന്നായാലും പുറത്തു വരും, അല്ലെങ്കിൽ പുറത്ത് അറിയും, ആളുകൾ തിരിച്ചറിയുന്നുള്ളൊരിതുണ്ടോ? നിങ്ങൾ അതാണ് ഭക്തരെന്ന് പറയുന്നത്. ഭക്തർ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. ഭക്തരല്ലാത്തവർക്ക് തിരിച്ചറിയാൻ അങ്ങനെ പറ്റും. ഗോപൻ സ്വാമിയുടെ ശക്തി ഭക്തരും മാത്രമേ തിരിച്ചറിയത്തുള്ളൂ എന്നാണ് മകൻ പറയുന്നത്. വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല ഗോപൻ സ്വാമിയുടെ ഇതുണ്ടല്ലോ ശക്തി. ഗോപൻ സ്വാമിയുടെ ശക്തി തിരിച്ചറിയണമെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല എന്നാണ് മകൻ ഇവിടെ പറയുന്നത്. എന്തായാലും ഗോപൻ സ്വാമിയുടെ ശക്തി വലിയ ശക്തി തന്നെയാണ്, നാട്ടുകാർ പറഞ്ഞായിരുന്നു. ഭക്തരല്ലാത്തവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ അവൻ ഭക്തനാവണം. സമാധി മാത്രമല്ല, യഥാർത്ഥ ഈശ്വരൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ ഈശ്വര ഭക്തനായിരിക്കണം. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നും. അവൻ ദൈവത്തിന് അറിയണമെങ്കിൽ അവൻ ഭക്തനായിരിക്കും. ഇവിടെ ഈ മകൻ പറഞ്ഞു പോകുന്നത് ഗോപൻ സ്വാമി ഒരു ഈശ്വരനാണ്, ഈശ്വരനെ അറിയണമെങ്കിൽ അവൻ ഒരു ഭക്തനായിരിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഗോപൻ സ്വാമി ഒരു ആൺ ദൈവമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഈ മകൻ. കൊള്ളാം മകനെ, നല്ല കാര്യം തന്നെ. ഇവിടെ ഇത്രമാത്രം ദൈവങ്ങളുള്ളപ്പം ഒരു ദൈവം കൂടെ ഇരിക്കട്ടെ. ഈശ്വരന്റെ പരമഭക്തനാണെങ്കിലല്ലേ ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അച്ഛനെ തിരിച്ചറിയണം മകൻ, അല്ലെങ്കിൽ അവന് മകൻ അംഗീകരിക്കാൻ പറ്റും. അമ്മയെ തിരിച്ചറിയണം, ഗുരുവിനെ തിരിച്ചറിയാൻ പഠിക്കണം. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ അതെല്ലാം ഭക്തി വേണം, വിശ്വാസം വേണം. അതെന്തുവാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? അമ്മയും അച്ഛനെയും ഒക്കെ തിരിച്ചറിയണം, ഇവിടെ പിന്നെ ദൈവത്തെ തിരിച്ചറിയണം, ഈശ്വരനെ തിരിച്ചറിയണം, എന്തൊക്കെയൊക്കെയോ മകൻ പറയുന്നു. മകനെ എന്തുവാ ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി. എൻ്റെ അപ്പൻ ഗോപൻ സ്വാമി ഒരു ആൾ ദൈവമാണ്, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. എല്ലാവരും വന്ന് ഇവിടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് വന്ന് ഇവിടെ വന്ന് നമസ്കരിക്കൂ, എൻ്റെ അപ്പനെ നമസ്കരിക്കൂ എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതിനെ ഇങ്ങനെ വെറുതെ വളച്ച് തിരിച്ച് ഇങ്ങനെയൊക്കെ പറയണോ? എന്താണല്ലേ? ഓക്കെ, ഇനി ഈ പറയുന്ന ആ മന്ദിരത്തിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഈ കെട്ടുപടിയൊക്കെ കെട്ടിയേക്കുന്നേ, അവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ ഇനിയും 41 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു ശിവലിംഗമൊക്കെ കൊണ്ടുവെക്കും. ഇനി അതിനെക്കുറിച്ചാണ് പുള്ളിക്കാരൻ പറയാൻ പോകുന്നത്. നടയൊക്കെ പടിയൊക്കെ ഇട്ട് ഇതെല്ലാം സോമന പടിയൊക്കെ ഇനി വരും, മയിലാടിയിൽ അടിച്ചു വരും, കല്ലിൽ അടിച്ചു വരും, പിന്നെ ഇവിടെ കെട്ടിയെടുത്ത് നടയൊക്കെ ഇട്ട് കെട്ടിയെടുത്ത് ക്ഷേത്രമാവും. അതായത് ഈ ശിവക്ഷേത്രമായി മാറും, സമാധി ക്ഷേത്രമായി മാറും. സമാധി ക്ഷേത്രമായി. അതിന് ഇനി എത്ര കാലം കൊണ്ട് തന്നെ വലിയ ചടങ്ങുകളുണ്ടോ? ഒരുപാടുണ്ട്. അത് സാമ്പത്തികപരമായിട്ട് നല്ല ചെലവുള്ള സംഭവം. സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ കേട്ടല്ലോ, ഇതൊരു സമാധി ക്ഷേത്രമായി മാറും, ഒരു ശിവക്ഷേത്രമായി മാറും. ഇതാണ് അവരുടെ ഉദ്ദേശം. കൃത്യമായിട്ടും മകൻ പറഞ്ഞല്ലോ, ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. ഇത് പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാണ്, നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ ഈ സമാധി പൊളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ആന്തരിക അവയവങ്ങളില്ലാത്ത ഒരു ദൈവമായിട്ട് ഗോപൻ സ്വാമി മാറിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഭക്തർക്ക് അവിടേക്ക് ഒഴുകിച്ചെല്ലുക. അവിടെ ഒരു ഭണ്ഡാരവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് കിട്ടണോ, നിങ്ങൾക്ക് സൗഭാഗ്യം കിട്ടണോ, എന്ത് കിട്ടണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന ഭണ്ഡാരത്തിലേക്ക് കാശുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോപൻ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ ഈ മകൻ ഉദ്ദേശിക്കുന്നത്. മകനൊന്നും പൂജ നടത്തുന്നുണ്ട്. ഇനി 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവരാത്രിയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് എല്ലാം ഇനി പുറത്തു വരാനായിട്ട് ഇരിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ ആയാലും ഗോപൻ സ്വാമി ദൈവമായിട്ട് മാറിയിരിക്കുകയാണ്. അതും ആന്തരിക അവയവങ്ങളില്ലാത്ത ദൈവം, ഒരേ ഒരു ദൈവം, അതാണ് നമ്മുടെ ഗോപൻ സ്വാമി. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.